എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ അവസാനിക്കുന്നതാണ്. ഇതുവരെ പോളിടെക്നിക് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോളേജ് മാറ്റം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ അഡ്മിഷൻ നേടിയ ശേഷം TC വാങ്ങിയ വിദ്യാർത്ഥികൾക്കും ഇനി ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ വേക്കൻസി ഉണ്ട് എങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് പോളിടെക്നിക് കോളേജുകളിൽ ഹാജരായിട്ട് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് ഡേറ്റ് ആണിത്. അപ്പോൾ ഇനി ഒരു സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയില്ല. സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ കൂടി വിദ്യാർത്ഥികൾ നാളെ രാവിലെ 9 മണിക്ക് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് IHRD നിങ്ങൾ ഏതാണോ തൊട്ടടുത്ത് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള പോളിടെക്നിക് കോളേജ് അവിടെ നിങ്ങൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഓരോ പോളിടെക്നിക് കോളേജിലെയും വേക്കൻസി പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ജില്ല, നിങ്ങൾക്ക് ഏത് ജില്ലയിലെ പോളിടെക്നിക് കോളേജാണോ വേണ്ടത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു പോളിടെക്നിക് കോളേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഓരോ വിഭാഗത്തിലും എത്ര വീതം വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പോളിടെക്നിക് കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ നാളെ രാവിലെ 9 മണിക്കേക്ക് തൊട്ടടുത്തുള്ള നിങ്ങൾക്ക് പോകാൻ, അതായത് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള പോളിടെക്നിക് കോളേജ് ഏതാണോ അവിടെ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. നിലവിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസിൻ്റെയും കോപ്പി, അതുപോലെ തന്നെ PTA ഫണ്ട് എന്നിവ എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോവേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കോളേജിൽ, അതായത് നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതായത് ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നാളെ രാവിലെ 9 മണിക്ക് തന്നെ തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ നേരിട്ട് ഹാജരായിട്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇത് ലാസ്റ്റ് സ്പോട്ട് അഡ്മിഷനാണ്. ഇനിയൊരു സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവുമോ എന്നറിയില്ല. വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് ഇനിയൊരു അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവിധ ഒറിജിനൽ സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് ടു അല്ല SSLCയുടെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ SSLC അല്ലെങ്കിൽ THSLC ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെയാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപേക്ഷയിൽ കൊടുത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ ഇതുവരെ കൊടുക്കാത്തവർക്ക് അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിലോ വിദ്യാർത്ഥികൾ ആ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കേണ്ടതാണ്. പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ഇല്ല എങ്കിൽ PTA ഫീസിന് പുറമെ ട്യൂഷൻ ഫീസ് ഇനത്തിൽ ഏകദേശം 4000 രൂപയും കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ 1000 രൂപയും ഫീസായിട്ട് അടക്കേണ്ടതാണ്. ഫീസ് QR കോഡ് ഉപയോഗിച്ച് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സംവരണ വിഭാഗത്തിൽ യോഗ്യതയുള്ള വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ ആ ഒരു ഒഴിവിലേക്ക് ജനറൽ വിഭാഗം വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഏത് പോളിടെക്നിക് കോളേജ് ആണോ ആ ഒരു പോളിടെക്നിക് കോളേജിൽ നിങ്ങൾ നാളെ രാവിലെ 9 മണിക്കേക്ക് നിങ്ങൾ ഹാജരാവേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രത്യേകിച്ച്, അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഇതേ രീതിയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2025-26 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ പ്രവേശനത്തിനായിട്ട് നെയ്യാറ്റിൻകര ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ഒഴിവുള്ള ഏതാനും സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതി താഴെ കാണുന്ന സമയക്രമം അനുസരിച്ച് നെയ്യാറ്റിൻകര പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പോളിടെക്നിക് വെബ്സൈറ്റിലൂടെ മുഖേനയോ കോളേജിൽ നേരിട്ടെത്തിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകർ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസും QR കോഡ് വഴി, അതുപോലെ കൂടാതെ PTA ഫണ്ട്, IDF പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ ബസ് കാർഡ് ഉൾപ്പെടെ പണമായിട്ട് 5000 രൂപ സഹിതം രക്ഷാകർത്താവിനോടൊപ്പം കൃത്യസമയത്ത് വേക്കൻസി പൊസിഷൻ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇവിടെ ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് ഹാജരാവുക. നിങ്ങൾക്ക് പോളിടെക്നിക് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് നേരിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട് എന്നല്ല, നിങ്ങൾ നോക്കിയിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പോകുന്നതിൽ നല്ലത് നാളെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്.
കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. അതായത് നാളെ രാവിലെ 9 മണിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര രൂപയാണ് ഫീസ് എടുക്കേണ്ടത് എന്നുള്ളത്. 1 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ വരുമാനമുള്ളവരാണെങ്കിൽ 4215 രൂപയും, അതുപോലെ തന്നെ 1 ലക്ഷത്തിൽ കുറവാണ് വരുമാനമെങ്കിൽ 1000 രൂപയും, അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റിന് 2750 രൂപ എന്നിവ ഉൾപ്പെടെ കൃത്യസമയത്ത് വിദ്യാർത്ഥികൾ രക്ഷിതാവിൻ്റെ കൂടെ ഹാജരാവേണ്ടതാണ്. ഇവിടെ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നാളെ തന്നെ പോവുക. അതുപോലെ തന്നെ ഷെഡ്യൂൾ നോക്കുക. കാരണം ചില ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ ഒരു ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.